15 വണ്ടി നമുക്കൊരു 890 കസ്റ്റമറിന് നമ്പർ ആയി കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് 2015 വണ്ടി. പക്ഷേ ഇതിന്റെ ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് അതായത് ഇത് എന്താ പറയാ, ഇവിടുന്ന് വണ്ടി എടുത്ത ഒരാള് ഏറ്റവും നമുക്ക് 2017 നവംബർ വണ്ടികളാ. ഇത് ഒരു വണ്ടിയല്ല, ടോട്ടൽ 15 വണ്ടി ഉണ്ട്. 15 ഇപ്പൊ 8 ഉണ്ട്, ബാക്കി 7 സെയിലായി പോയിരുന്നു. ബാക്കി 8 വണ്ടി ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഭയങ്കര പ്രീമിയം ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഈ സ്റ്റീരിയോ ഒക്കെ നിങ്ങൾ വെച്ച് കൊടുക്കൂലേ? പിന്നെ കസ്റ്റമർ പറഞ്ഞ ചെറിയ എക്സ്പെൻസ് നമുക്കത് ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസില് ഇന്നോവ മാത്രമേ ഉള്ളൂ എന്ന്. ഇന്നോവ മാത്രമല്ല, നിങ്ങൾക്ക് ഇനി വലിയ ട്രാവലർ വേണമെങ്കിൽ ഇവിടെ ട്രാവലറും ഉണ്ട് അല്ലേ? അല്ല, ഇത് നമുക്ക് ടാക്സിയിൽ 5,45, പ്രൈവറ്റിൽ 5,55 15 രൂപ വ്യത്യാസം. കുറേയധികം ഇന്നോവകൾ, അത് റീ രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കേരള വണ്ടികളുണ്ട്. പിന്നെ അതാ എന്റെ പുറകെ കിടക്കുന്ന പോലെ ഇഷ്ടം പോലെ ട്രാവലറുകൾ, ഒരു 10-20 ട്രാവലർ ഉണ്ട്. അതിന്റെ പുറമെ നിങ്ങൾക്ക് എറ്റിയോസ് ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, അങ്ങനെ ഏത് വേണോ അതെല്ലാം ഉണ്ട്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസിലാട്ടോ. ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരുപാടധികം വണ്ടികൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ അവൈലബിൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ദീപു ചേട്ടന്റെ ഷോറൂമാണ്. ദീപു ചേട്ടാ, വീഡിയോയിലേക്ക് സ്വാഗതം. വണ്ടി ഉണ്ടല്ലോ, കുറച്ചധികം വണ്ടികളുണ്ട്. അതെ അതെ. ദീപു ചേട്ടന്റെ ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസ് സ്ഥിതി ചെയ്യുന്ന എക്സാക്ട് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മുടെ ചാലക്കുടി പോട്ടാന്ന് പറയും. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ ചാലക്കുടി എത്തുന്ന മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് അതിരപ്പള്ളി റോഡുണ്ട്. അവിടെ തിരിയോടത്തുള്ളത് നമ്മുടെ ഷോറൂം ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർ. അതെ അതെ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നോവേന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ട്രാവലറിന്റെ ഒരു കൂട്ടം ഉണ്ട്. കുറച്ചധികം ഏകദേശം ഒരു 10-40 ഇന്നോവ, അതിനനുസരിച്ച് ക്രിസ്റ്റ, ഒരു 10-20 എറ്റിയോസ്, ഒരു 15 ടെമ്പോ ട്രാവലർ ഉണ്ട്. അപ്പൊ ഇത്രയും വണ്ടികൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രീൻലാൻഡിലാണ്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ കാണിക്കുന്നതിന് പുറമെ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തത് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ടികൾ വേണ്ടവർ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഷെയർ ചെയ്തോ, എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ. നമുക്ക് കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്നാൽ ഇന്നോവയെന്ന് കാണിച്ചു കൊടുക്കാമല്ലോ? തീർച്ചയായും കാണിക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നേരെ പോലെ. അപ്പൊ നേരം നമ്മുടെ ദീപു ചേട്ടന്റെ ഈ ഒരു വീഡിയോയിൽ അല്ലേ ദീപു ചേട്ടാ, ഈ ഒരു ഇന്നോവയെന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2015 മോഡൽ വണ്ടി. 15 വണ്ടി, UP നമ്പർ വണ്ടി. UP ആണ്, നിലവിൽ പേപ്പർ ആയിട്ടില്ല. ഇവിടെ NOC ചാലക്കുടി ആർടിഒക്ക് വന്നിട്ട് ഇപ്പൊ 15 ദിവസമായി. നമ്മുടെ പേരിൽ NOC വന്ന് ചാലക്കുടി ആർടിഒക്ക്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ രജിസ്റ്റർ ചെയ്തേ പറ്റും. KL 64 രജിസ്റ്റർ ചെയ്ത് കസ്റ്റമറിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, 15 ലാസ്റ്റ് അല്ല പറഞ്ഞത്? 15 വണ്ടി നമുക്കൊരു 890 കസ്റ്റമറിന് നമ്പർ ആയി കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് 2015 വണ്ടി. പക്ഷേ ഇതിന്റെ ഇന്ത്യയിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് അതായത് ഇത് എന്താ പറയാ, ഇവിടുന്ന് വണ്ടി എടുത്ത ഒരാള് ഇവിടുന്ന് വണ്ടി എടുത്താന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഈ സീറ്റ് അതൊരു ഒരു ട്രേഡ് മാർക്ക് ആക്കിയിട്ടുണ്ട് മൂപ്പർ. എന്തായാലും ഈ സീറ്റ് കവർ നിങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ചെയ്യാറുള്ളൂ. ഇത് 8 സീറ്റ് വണ്ടിയാണ്, സിൽവർ കളർ. അതെ, അത് വി ഓപ്ഷൻ അല്ലല്ല, G4 വണ്ടി. G4 തന്നെ അലോവിലൊക്കെ ചെയ്താണല്ലേ? അത് വണ്ടി വന്നപ്പോൾ ഉണ്ടായതാണ്. പ്രൈവറ്റ് വണ്ടിയായിരുന്നു, പക്ക പ്രൈവറ്റ് വണ്ടിയായിരുന്നു. 215 ഓടിയുണ്ട്. 215 അല്ലേ? നല്ല കട്ട ടയറും ടയർ ഭാഗമുണ്ട്. വില എത്ര പറഞ്ഞേ? 890. കേരള രജിസ്ട്രേഷനായി KL 64 നമ്പർ ആയിട്ടുള്ള വില പറയുന്നത് അല്ലേ? അതും 2015 വണ്ടിയെന്ന് ആലോചിക്കണം. 890 കിട്ടും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് വന്നത് നമുക്ക് സിൽവറിൽ തന്നെ 16 ജൂൺ വണ്ടിയാ. ക്രിസ്റ്റ ഇറങ്ങി വണ്ടി 16 ലാസ്റ്റ് വണ്ടി അല്ലേ? ഇതും നമ്മുടെ ചാലക്കുടി ആർടിഒക്ക് NOC, എല്ലാ വണ്ടിക്കും NOC എടുത്താണ്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും ഇവിടെ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇന്ന് പോയാണെങ്കിൽ ഇന്ന് അഡ്വാൻസ്, ഇന്നലെ നമുക്ക് നമ്പർ ആക്കി കസ്റ്റമർ വേണമെങ്കിൽ ഫാൻസ് നമ്പർ എടുത്ത് വണ്ടി വെച്ച് കൊടുക്കും. അവര് പറഞ്ഞ നമ്പർ നമുക്ക് എടുത്തു കൊടുക്കും. ഏകദേശം അതിന്റെ കാശും വേറെ വേണം കേട്ടോ. അത് വലിയ അങ്ങോട്ട് വരുന്നതല്ല, 3500 ഫാൻസ്. ഇതും ഇന്റീരിയർ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ഇന്റീരിയർ ആണ്. പക്ഷെ ഇത് 16 ആണ്, അലോവിയിലില്ല. G4 തന്നെ അല്ലേ? 16 G4, 16 ലാസ്റ്റ് വണ്ടിയാണ്, ജൂൺ വണ്ടിയാണ്, ലാസ്റ്റ് വണ്ടിയാണ്. ക്രിസ്റ്റ ഇറങ്ങാൻ തൊട്ട് മുമ്പുള്ള. അതെ അതെ അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് എല്ലാം പേപ്പർ ഉൾപ്പെടെ 10,40,000 ചോദിക്കണേ. 10,40,000 പേപ്പർ ആക്കി പാർട്ടി പേരിലേക്ക് ഓണർഷിപ്പ് ചേഞ്ച് കൊടുക്കും. അടിപൊളി. 10,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടിയും കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ 16 വണ്ടിയാണെന്ന് ആലോചിക്കണം. ഏറ്റവും ലാസ്റ്റ് വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞല്ലോ, ഇത് 1.35. ഞാൻ എല്ലാ വണ്ടിന്റെ റീപ്ലേസ്മെന്റ് ചോദിക്കുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പറയും. അതെന്താ റേറ്റ് കുറച്ച് കൊടുക്കുക വണ്ടി. അതാണ്. ഇനി വെള്ള വണ്ടിയാണെങ്കിലോ? ഇതും സെയിം മോഡൽ 16 ലാസ്റ്റ് വണ്ടിയാണ്. 16 ലാസ്റ്റ് തന്നെയാണ് അല്ലേ? ഇതാ എന്താ റേറ്റ്? ഇതും നമുക്ക് വൈറ്റ് വണ്ടി സെയിം മോഡൽ 16 ജൂൺ വണ്ടിയാണ്. നമുക്ക് വരുന്നത് 10.40. ഇതും ചാലക്കുടി ആർടിഒക്ക് NOC വന്നു, KL 64 രജിസ്ട്രേഷൻ ആക്കി കൊടുക്കും. ഇതിനകത്ത് സീറ്റ് കവർ മാത്രം ചേഞ്ച് ചെയ്യും, മോഡലൊക്കെ സെയിം. എനിക്ക് തോന്നുന്നു മറ്റേക്കാൾ കുറച്ചും കൂടി ഒരു പ്രീമിയം സീറ്റ് അല്ലേ? ചേഞ്ച് ചെയ്ത് അടിച്ചുള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, എല്ലാം ഒരുപോലെ ആക്കണ്ട. ഇത് നല്ല രസമുണ്ട്, ഇതിന്റെ സീറ്റ് അടിപൊളിയാണ്. ഇതൊക്കെ ഈ സീറ്റ് അടിക്കാനൊക്കെ നല്ല ചെലവ് വരുമോ? ഇത് നമുക്ക് അടിക്കാൻ വേണ്ടി ഫോർച്യൂണർ പഠിക്കുമ്പോൾ 17,000 ചെലവ് ഉണ്ട്. മൊത്തം സീറ്റ് കവർ അടിച്ചത്, സീറ്റ് കവർ, ഡോർ ബെഡ്, സ്റ്റിയറിംഗ് വീൽ എല്ലാം കൂടിയിട്ട് അല്ലേ? പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രീമിയം എന്നാ ക്ലീൻ ആണെന്നറിയോ?
ഭയങ്കര പ്രീമിയം ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഈ സ്റ്റീരിയോ ഒക്കെ നിങ്ങൾ വെച്ച് കൊടുക്കൂലേ? പിന്നെ കസ്റ്റമർ പറഞ്ഞ ചെറിയ എക്സ്പെൻസ് നമുക്കത് ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വെള്ള വണ്ടി ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. ഇതും റേറ്റോ സെയിം റേറ്റ് 1040. ഇനിയിപ്പോ 16 നമുക്ക് കുറഞ്ഞ വണ്ടി വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് 16 ഫെബ്രുവരി വണ്ടികൾ അതൊക്കെ നമുക്കൊരു 10 ലക്ഷം കൊടുക്കുന്നു. 10 ലക്ഷത്തിനും റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഫിറ്റിങ്ങിനനുസരിച്ചാണ് ഓരോന്നിനും വില റേറ്റിൽ വ്യത്യാസം വരുന്നത്. അതെ അതെ അതെ. ഇവിടെ ഒരു എറ്റിയോസ് എടുക്കണ്ടല്ലോ. ഇതോ എറ്റിയോസ് നമുക്ക് 2017 നവംബർ വണ്ടികളാ. ഇത് ഒരു വണ്ടിയല്ല, ടോട്ടൽ 15 വണ്ടിയുണ്ട്. 15 എണ്ണത്തിൽ ഇപ്പൊ 8 ഉണ്ട്. ബാക്കി 7 സെയിലായി പോയിരുന്നു. ബാക്കി 8 വണ്ടി ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ ഇപ്പൊ നിലവിൽ ഞാൻ ഈ ഒന്നിനെണ്ണം ഈ ഒരു നിലയിൽ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. വണ്ടി മൊത്തം 15 എണ്ണം ഇപ്പൊ ഇവിടെ കറന്റ് അവൈലബിൾ ആണ്. അതെല്ലാം ഈ 17 നവംബർ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 1 ലക്ഷം കിലോമീറ്റർ എല്ലാം വണ്ടി ഓടി 1.15 എല്ലാം ഓടിക്കണം. എല്ലാത്തിനും 4 ടയർ പുത്തൻ ടയറാണ്. വണ്ടി ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി, തട്ടുമുട്ട റീപ്ലേസ് ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി. ഇത് എവിടുന്ന പേപ്പർ വന്നായ? ഇത് നമുക്ക് ഇത് NOC നമുക്ക് ഏതാട്ടി എടുക്കാം. ഇത് 3-4 വണ്ടി ഞാൻ ചാലക്കുടി എടുത്തിട്ടുണ്ട്. ബാക്കി 2-3 വണ്ടി ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയുന്ന ആട്ടുകാർക്ക് എടുത്തു കൊടുക്കാം അല്ലെ? അടിപൊളി. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എറ്റിയോസ് ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും 8 എണ്ണം നിലവിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ അതെല്ലാം നിങ്ങൾക്ക് ഒരു 10-20 എണ്ണം വേണമെങ്കിൽ അങ്ങനെ തരും കേട്ടോ. ഇത് ശരിക്കും നമുക്ക് എന്താ പ്രൈസ് വരും? ഇത് 17 നവംബർ വണ്ടികൾ. ഇത് നമുക്ക് വരുന്നത് NOC-ലാണ് 5,400 രൂപ. ഇനിയിപ്പോ പ്രൈവറ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു 70,000 ടാക്സ് വരും. അപ്പൊ ഒരു 5.85 റേറ്റ് വരും. ഇതിപ്പോ നിലവിൽ ടാക്സിയിലുള്ള ഇതിപ്പോ എന്ത് വേണം ചെയ്യാം? NOC എടുത്ത് വെച്ചു. ഓൾറെഡി NOC ആകുമ്പോൾ ചാലക്കുടി ആട്ടോയ്ക്ക് എടുത്ത് 3-4 വണ്ടിക്ക് എടുത്ത് വെച്ചു. ടാക്സി ആകുമ്പോൾ നമുക്ക് റേറ്റ് പറയും. ടാക്സി നമുക്ക് ഒരു 5.70 5.25 റേറ്റ് ടാക്സിക്ക് വരുന്നത്. അതിന് ലോൺ വേണമെങ്കിൽ നമുക്ക് ഒരു 4.5 ലോൺ കൊടുക്കാം. ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി പാർട്ടിക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും എത്ര നിങ്ങൾ കൊടുക്കുന്നത്? ഇതിപ്പോ ടാക്സിക്ക് 5.70, പ്രൈവറ്റിക്ക് 5.55, 10,000 വ്യത്യാസമുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. അത് 17 വണ്ടി നാലേക്കണം. സിംഗിൾ ഓണർ, 1 ലക്ഷത്തിന് സംതിങ് കിലോമീറ്റർ, ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി, 4 ടയർ എല്ലാ വണ്ടിയും പുത്തൻ ടയർ അല്ലേ? അപ്പൊ ഇവിടെ 1 2 3 4 5 6 എണ്ണം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ അടുത്ത എറ്റിയോസ്. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഗതി, സെയിം എറ്റിയോസ്. ആകെ സീറ്റ് കവറിൽ മാത്രം ചേഞ്ച് ഉള്ളൂ. ബാക്കി എല്ലാ വണ്ടിയും 1 lakh കിലോമീറ്റർ ഓടിക്കണ. ടയർ ഭാഗം നോക്കണ എല്ലാത്തിനും പുത്തൻ ടയറാണ്. 5.75 ടാക്സിയും 5.85 പ്രൈവറ്റും അല്ലേ? ഓക്കെ. അതിപ്പോ പ്രത്യേകിച്ച് ഇനിയിപ്പോ എല്ലാം ഒന്നും ഞാൻ എല്ലാം കാണിക്കുന്നില്ല. സെയിം വണ്ടി, ഒരു വ്യത്യാസവും ഇല്ല, ഒരു മാറ്റവും ഇല്ലാത്ത വണ്ടികൾ. ഇനി ഇന്നോവ ആണെങ്കിലോ? ഇത് 2016 വണ്ടി. 16 ആണ്. ഇത് 16 വണ്ടി നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് 10 ലക്ഷം. ഇതും ചാലക്കുടി ആറ്റോയ്ക്ക് NOC വന്ന വണ്ടിയാ. ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ? എന്തുകൊണ്ടാണ് 10 ലക്ഷം ആയത്? അല്ല, ഇത് 16 ഫെബ്രുവരി വണ്ടികളാണ്. അപ്പൊ നമുക്ക് 3-4 വണ്ടികളുണ്ട്. 4 വണ്ടി നമ്മൾ റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ സീറ്റ് കവർ അടിച്ചിട്ടില്ല, കമ്പനി വന്ന സീറ്റ് കവർ. അപ്പൊ ചെറിയ എക്സ്പെൻസ് വരുന്നില്ല. അതായത് ആ ഒരു റേറ്റ് നിങ്ങൾ അതിൽ കുറച്ച് കൊടുക്കും. അതെ, റേറ്റ് കുറച്ച്. പക്ഷേ ഇതിനകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് കമ്പനി വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ അടിച്ച പോലെ തന്നെ ഉണ്ടല്ലോ, നല്ല വൃത്തി ഉണ്ടല്ലോ. വണ്ടി വന്നപ്പോഴേ അതെ അല്ലേ? നിങ്ങൾ അടിച്ചാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു കൂട്ടോ. ഇത് ഓടിക്കുന്ന 1.90 ഓടിക്കുന്നു. അതെ അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. വേറെ അപാകതകളായിട്ടൊന്നും തന്നെ പറയാനില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വണ്ടിയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി പറയണേ. ഇല്ല, റീപ്ലേസ് ഇല്ല, ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി. അതെ അതെ അതെ. 10 ലക്ഷം രൂപ അല്ലെ? 10 ലക്ഷം രൂപ. 2016 വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വെള്ള വണ്ടി കൊണ്ടുപോകാം. വെള്ള വണ്ടി. ഇതാണെങ്കിലോ? ഇതും 16 തന്നെ. ഫ്രണ്ട് ലിപ്പിംഗ് ഗേറ്റിന്റെ സെയിം മോഡൽ വണ്ടി. ഇത് 10 ലക്ഷം രൂപ വരുന്നത്. 10 ലക്ഷം രൂപ. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ വേറെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ചെയ്താണല്ലേ? നമ്മൾ ചെയ്താണ്. അതെ അതെ. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ല. ഒന്നുമില്ല. വണ്ടിയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ഇതാണെങ്കിലോ? അതാണ് 2015 വണ്ടി. 15 ആണ്. ഇതാകുമ്പോൾ എന്ത് റേറ്റ് വരും? ഇത് 15. ഇതും നമുക്ക് ഇപ്പൊ ഇത് NOC എടുത്തല്ലേ, NOC വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. ഇത് NOC വേണമെങ്കിൽ ഏത് കസ്റ്റമർ ചോദിക്കുന്ന ഏത് ആർട്ടിയോ അവിടേക്ക് NOC എടുത്ത് കൊടുക്കാം അല്ലെ? എന്ത് റേറ്റ് വരും? 15 നമുക്കിപ്പോ 8 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാൻ പറ്റും. ഇത് 15 രജിസ്റ്റർ ചെയ്യാണ്ട് നമുക്ക് ഒരു 9-10 നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഏത് ആർട്ടിയോ വേണമെങ്കിൽ രജിസ്റ്റർ കൊടുക്കാം. 1 ലക്ഷം രൂപ രജിസ്റ്റർ കാണണം. അതെ അതെ അതെ. ഇത് 15 ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന 15 ആണ്. ബാക്കിയുള്ള ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചൊക്കെ 16 ആണ്. 15 എന്തെങ്കിലും വ്യത്യാസമുള്ള വണ്ടികളുടെയൊക്കെ ഇന്റീരിയർ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും 15 വണ്ടി 8 ലക്ഷം രൂപയ്ക്ക് NOC പ്രൈസ് 1 ലക്ഷം രൂപ പേപ്പർ ആക്കാൻ കാണണം. അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് 15 16 മാത്രമേ കാണിച്ചുള്ളൂ. ഇനി 14 വേണ്ടവർക്ക് 14 ഇവിടെ ഉണ്ട്. ഇന്നോവയാണ്, ഒരു മാറ്റവും ഇല്ല. നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ. ഇതെന്താ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ വണ്ടി. 1.85 ഓടിയുണ്ട്. 1.85. ഇതും NOC ഓൾറെഡി ചാലക്കുടി ആട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. റെഡി പേപ്പർ. നമുക്ക് വന്ന ഒരു പാർട്ടി കസ്റ്റമർ അഡ്വാൻസ് ആണെങ്കിൽ അന്ന് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ ഉണ്ട്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങളോട് പറയും. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ നോക്കിയോ. ഇതിന്റെ ഇന്റീരിയർ ഒരു ബ്ലാക്ക് കളറിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെയാ? അതെ. കുറെ കളർ കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ അല്ലെ? ഇനിയിപ്പോ നിങ്ങൾ വരികയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സീറ്റ് കവറൊക്കെ മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വേണമെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ചെയ്ത് തരും. എല്ലാ സംഗതി എന്ത് വേണോ അതെല്ലാം ചെയ്തു തരും. സ്കേർട്ടിങ് വേണേൽ സ്കേർട്ടിങ് എല്ലാം ചെയ്യാലോ അല്ലെ?
ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 14 നമുക്ക് ഒരു കസ്റ്റമർ 8,60 കൊടുക്കാം നമുക്ക്. 8,60,000 രൂപ. കേരള രജിസ്ട്രേഷൻ ആക്കി എല്ലാം പേപ്പർ ഉൾപ്പെടെ. പേപ്പർ ഉൾപ്പെടെ അല്ലേ? NOC ആണെങ്കിലോ? NOC എടുത്തോളൂ, ചാലക്കുടി എടുത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ഓണറിൽ നമ്മുടെ പേരിലേക്ക് സെക്കൻഡ് ഓണർ ആയി കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഓൾറെഡി പേപ്പർ എടുത്താൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല, അത് അവിടെ രജിസ്റ്റർ ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് 8,60,000. ചെറിയ വ്യത്യാസം ചെയ്ത് തരാം. ഈ ലോൺ കയറില്ല എല്ലാത്തിനും? പിന്നെ ലോൺ നമുക്കൊരു 7 ലക്ഷം വരെ ലോൺ ഉണ്ട്. നല്ല കസ്റ്റമറിന് 7 ലക്ഷം വരെ 2 രൂപ 1 ക്യാഷ് മതി. 1,90,000 വേണ്ടല്ലോ. ഇല്ല, മാക്സിമം ഒരു കസ്റ്റമറിന്റെ നമുക്ക് നല്ല സിബിലൊക്കെ ആണെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപ ലോൺ പാസ്സാക്കാം അല്ലേ? ഇത് പറ്റാറല്ലേ നിങ്ങൾ റേറ്റ് പറഞ്ഞത്? അത് കുറയാനും ഇല്ലേ? ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം നമുക്ക്. ചെറുതാണുള്ളൂ നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് വലുത്. തീർച്ചയായിട്ടും അതിങ്ങനെ സംസാരിച്ചോട്ടെ, നിങ്ങൾക്ക് മാക്സിമം കുറച്ച് നല്ല സ്നേഹം മനസ്സിലാ. ഇനി ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ നമുക്ക് 16 വണ്ടി വരണേ. 16 വണ്ടി കാണാൻ നല്ല ഗുമ്മണിയാണ്, പക്ഷെ ചെറിയ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു തട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കണം, റേറ്റും കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മള് കസ്റ്റമർ പറഞ്ഞത് എല്ലാം പേപ്പർ ഉൾപ്പെടെ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് ഇത് ഓൾറെഡി നമുക്ക് ചാലക്കുടി ആട്ടോയ്ക്ക് 16 ജൂൺ വണ്ടിയാണ്, ക്രിസ്റ്റ് ഇറങ്ങിയപ്പോൾ വണ്ടിയാണ്. ഇത് നമ്മൾ കസ്റ്റമറിന് ഒരു 9,65 കൊടുക്കും. 9,65. മറ്റേ ഇതിന് പണിയെടുത്താ അതെല്ലാം കഴിഞ്ഞ അതൊന്നും അറിയില്ല. വണ്ടി ചെറിയ തട്ട് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ കസ്റ്റമറിന് ആ റേറ്റ് കുറച്ച് കൊടുക്കണല്ലോ. 16 ലാസ്റ്റ് വണ്ടി 9,60 കിട്ടും. ചെറിയൊരു തട്ടുള്ളത്, അത് നിങ്ങൾ വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ മൂപ്പര് കാണിച്ചു തരും. ടയർ ഭാഗങ്ങളുണ്ട്, ഇന്റീരിയർ നല്ല വൃത്തിക്ക് ചെയ്തതാണ്. പിന്നെ ഈ തട്ടുമുട്ടൊക്കെ ഉള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്ത് കുഴപ്പമില്ല, നമ്മൾ കസ്റ്റമറിന് പാർട്ടിക്കും ഒരു 50,000 നമുക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ പൈസ കുറച്ച് നമ്മൾ എടുത്തേക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് കസ്റ്റമറിന് കുഴപ്പമില്ലത്. അത് നേരം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളതുപോലെ പറഞ്ഞു കൊടുത്ത സമാധാനം ഉണ്ടല്ലോ. പിന്നെ ആളെ വർത്താനം കേൾക്കണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോ, 9,60 എടുക്കാം. 16 വണ്ടി. ഇനി ഈ വ്യത്യാസമാണെങ്കിലോ? ഇത് സെയിം മോള് നേരത്തെ വ്യത്യാസം. ഇത് സീറ്റ് കവർ മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. ഇതിന്റെ സീറ്റ് കവർ നല്ല ചേഞ്ച് അടിച്ചു, വേറെ കളർ ചേഞ്ച് ചെയ്ത്. അതെ. പിന്നെ 5,60 അല്ലേ? അല്ല, ഇത് നമുക്ക് ടാക്സിയിൽ 5,45, പ്രൈവറ്റിൽ 5,55 വ്യത്യാസമില്ല. 15,000 രൂപ വ്യത്യാസം. പിന്നെ ഈ പറഞ്ഞ വിലകളൊക്കെ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരികയും ചെയ്യും കേട്ടോ. ഇനി ഇതാ ഇവിടെ നല്ല അടിപൊളി ഒരു ക്രിസ്റ്റ ഏതാ? ക്രിസ്റ്റ 2018 മോഡൽ വണ്ടി. 18 അടിപൊളി. 18 എനിക്ക് തോന്നുന്നു ഇത് വേരിയന്റ്. ഇത് നമുക്ക് ഇത് ചെയ്താ മാറിയതാ 2023 മോഡല് ചെയ്താണ്. അല്ല, ഇത് വേരിയന്റ് ഏതാ? G4 ആണോ? G4 അല്ലേ? അലോവിയിലൊക്കെ അന്ന് G4 അലോവിയിൽ കമ്പനി വന്ന വണ്ടിയിലുണ്ട്. അതെ. പിന്നെ ഇതിന്റെ ഇന്റീരിയർ നല്ല അടിപൊളി ഇന്റീരിയർ ആണ് കേട്ടോ. അല്ല, സീറ്റ് കവർ ചെയ്തില്ല അല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടില്ലേ? ഇതിലൊരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ടോ? ചെറിയൊരു ഇതുണ്ട്, വേണമെങ്കിൽ പൊളിച്ചു കളഞ്ഞാൽ RT പിടിക്കൂല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കമ്പനി വന്ന സാധനങ്ങളാണ്, ഒന്നും മാറിയിട്ടില്ല, എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഉണ്ട്. ഇത് ഓടിയതൊക്കെ എത്രയാ? ഇത് നമുക്ക് 1.35 ഓടിയുണ്ട്. 1.35. അതിന്റെയൊക്കെ ഹിസ്റ്ററി നമുക്ക് കൊടുക്കാൻ പറ്റുമോ? സർവീസ് ഉള്ള വണ്ടിയാണ്, ഹിസ്റ്ററി കൊടുക്കാം. അടിപൊളി, നല്ല വൃത്തിയുണ്ട് വണ്ടി. ഓൾമോസ്റ്റ് ഒരു കുഴപ്പമില്ല. MH രജിസ്ട്രേഷനിലാണ്. ഇത് നമുക്ക് 18 വണ്ടി എന്ത് വില? ക്രിസ്റ്റ 18 വണ്ടി നമുക്ക് NOC നമുക്ക് ഇവിടെ ഏത് പാർട്ടി കൈയോടെ NOC എടുത്ത് നമുക്ക് 13.75 ലക്ഷം കൊടുക്കാം. 13,75,000 NOC. അത് 18 വണ്ടിയാണ്. അപ്പൊ ഇനിയിപ്പോ ക്രിസ്റ്റ വേണമെങ്കിൽ 2 രജിസ്റ്റർ ചെയ്യാൻ വേണ്ടേ? 1.75 രൂപ രജിസ്റ്റർ ചെയ്യാം. ഏകദേശം ഒരു 15 രൂപ വണ്ടിക്ക് വില. 15 രൂപ. ഇനി ക്രിസ്റ്റ വേണമെങ്കിൽ നമുക്ക് ഒരു 10 വണ്ടി വരുന്നുണ്ട്. 17 10 വണ്ടി പറത്താച്ച് വരുന്നത്. 17 മോഡല് എല്ലാം നല്ല ക്ലീൻ. എല്ലാ വണ്ടി സിംഗിൾ ഓൺ വണ്ടി. 10 വണ്ടി നാളെ ഒരു വണ്ടി എത്തും. പിന്നെ അടുത്ത ദിവസങ്ങളൊക്കെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് വന്ന കണ്ടീഷൻ ടച്ചിങ് ബോർഡ് പാർട്ടി ചെയ്യുന്നതിന് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. ഏകദേശം എത്ര കൊടുക്കാൻ പറ്റും? നമുക്കൊരു 12 രൂപ 17 വണ്ടി കൊടുക്കാം. 17 വണ്ടി 12 രൂപ. ഈ പറഞ്ഞ പോലെ തന്നെ 1.25 രജിസ്റ്റർ ചെയ്യാനും വേണം. 1.65 രജിസ്റ്റർ ചെയ്യണം. 15 കുറയും. 17 ആണല്ലോ. അപ്പൊ റേറ്റിൽ കുറച്ച് വ്യത്യാസം. അതെ. വണ്ടി ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടികളാണ്. ഈ 10 വണ്ടി വരുന്ന 1 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടികൾ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കൊടുക്കാം. പിന്നെ തീർച്ചയായും അടിപൊളി. അപ്പൊ ഇത് നോക്കിക്കോട്ടെ, അത് 13.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 18 വണ്ടി കിട്ടും. അതും ഇന്നോവ ക്രിസ്റ്റ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കോളൂ. മാക്സിമം നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കുറയ്ക്കാനുള്ളത് കുറച്ച് തരും. നമ്മുടെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2012 വണ്ടി. 12 ആണ്. 12 ആണല്ലോ, നല്ല വൃത്തിയുണ്ടല്ലോ. 12 വണ്ടി നമുക്ക് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ. ഒരു സെപ്പറേറ്റ് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? സ്കേർട്ടിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. സിൽക്കി ഗോൾഡ് കളറിന് കേരള രജിസ്ട്രേഷൻ ആയിട്ട്. അതായത് KL 64M 2003 രജിസ്ട്രേഷൻ നമ്പറും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ ഒന്നും മോശമില്ല, അത്യാവശ്യം നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തതാണ്. 12 എത്ര ഓടിയുള്ളത് ജീവിച്ചോടാ? ഇത് 2 മേലെ ഓടിയുണ്ട്. 2.5 ഓടി ഉണ്ടാവും. 12 വണ്ടിയാണ്. വേറെ അപാകതകളായിട്ടൊന്നും ഇല്ലല്ലോ. മേജർ ആക്സിഡന്റ് ചെറിയ തട്ടുമുട്ടും ഈ ഇത്ര മോഡൽ കുറഞ്ഞ വണ്ടിയല്ല. അപ്പൊ അതിലേത് പഴക്കം കാണിക്കുന്നു. ഇപ്പൊ 12 വർഷം പഴയ വണ്ടിയാണ്. അതിലേ ചെറിയ പഴക്കം ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും അല്ലേ? ഞാൻ ചോദിക്കുന്നത് കൊണ്ടുവന്നിട്ട് പണിയൊന്നും വരില്ലല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നും വരില്ല അല്ലേ? ഓക്കെ, എന്തായാലും നല്ല വൃത്തിയുണ്ടോ വണ്ടി? കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് റേറ്റ് എത്ര പറഞ്ഞാൽ 6 ലക്ഷം രൂപ അല്ലേ? കുറയാണ്ടാവോ? വലിയതായിട്ട് തന്നാലും എന്തെങ്കിലുമൊക്കെ 5 സംതിങ് നിങ്ങൾക്ക് തരും കേട്ടോ. അതൊക്കെ നിങ്ങൾ സംസാരിച്ചോ. പിന്നെ സെയിം മോഡലിൽ 12 വണ്ടി വേറെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാണിച്ചു കൊടുക്കാം. 12
12 നമ്മൾ അധികം കാണിക്കാത്തല്ലേ. കുറച്ചുകൂടി ബഡ്ജറ്റ് പറഞ്ഞ ഒരു 12 ഉണ്ട്. ഇതാണെങ്കിലും ഇതും 12 തന്നെ, സെയിം മോഡൽ തന്നെ. ഇത് നമുക്ക് ആ റേറ്റും ചോദിക്കണം, 6 രൂപ ചോദിക്കണേ. 6 രൂപ അല്ലേ. ഇത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ വലിയൊരു ടോപ്പ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചെറിയ വ്യത്യാസം അതിന്റെ കുറച്ച് കൊടുക്കാം അല്ലെ. ഇന്ത്യയിലൊക്കെ കുഴപ്പമൊന്നുമില്ല, സീറ്റുകളും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഇതും 6 ലക്ഷം രൂപ. 6 കൊടുക്കണ്ട, 5 സംതിങ്ങിന് നിങ്ങൾക്ക് തരും. ഇതാണെങ്കിലോ അതും 2015 വണ്ടി. 15 അല്ലേ. എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് 5 വണ്ടി 9 രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് 9 ലക്ഷം രൂപ കേരള നമ്പർ ആക്കിയിട്ടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഒരു വില വിവരങ്ങൾ. നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഗ്രീൻലാൻഡ് യൂസ്ഡ് കാർസിൽ ഇന്നോവ മാത്രമേ ഉള്ളൂ എന്ന്. ഇന്നോവ മാത്രമല്ല, നിങ്ങൾക്ക് ഇനി വലിയ ട്രാവലർ വേണമെങ്കിൽ ഇവിടെ ട്രാവലറും ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും എല്ലാ സാധനവും ആയില്ലേ ഇപ്പൊ. ട്രാവൽ 15 അടങ്ങുന്നുണ്ട് കിടക്കുന്നുണ്ട് അല്ലേ. 26 സീറ്റ്, 17 സീറ്റ്, 12 സീറ്റ് എല്ലാ സീറ്റുള്ള AC വണ്ടികൾ. ഓക്കെ, ഇതൊക്കെ ശരിക്കും ഇപ്പൊ എന്താ സംഭവം? ഇതിപ്പോ നമുക്ക് 2015 ഡിസംബർ വണ്ടി ട്രാവൽ പറഞ്ഞ ഇത് 17 സീറ്റ് AC. 17 സീറ്റ് AC. ഇതിന്റെ ഉള്ളു വർക്ക് അനുസരിച്ച് വണ്ടി റേറ്റ് വരാം. ഇത് പുതിയ വർക്ക് ഇപ്പൊ കയറിയിരിക്കുന്നത്. അതെ അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ഇതിലൊക്കെ എനിക്ക് ഇനി ഒന്നും പറയാൻ അറിയില്ല, നിങ്ങൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞോണ്ടാ. ഇത് ട്രാവല് പുതിയ പേപ്പർ, പുത്തൻ ടാക്സ്, പുത്തൻ ടെസ്റ്റ്, പുത്തൻ വർക്ക്, ഉള്ളു വർക്ക്, പുത്തൻ വർക്ക് ഇപ്പൊ കയറ്റി 2.25 ലക്ഷം വർക്ക് ഉള്ളു വർക്ക്. ഉള്ള ഞാൻ ഒന്ന് കാണിച്ചു കേട്ടോ. ഞാൻ വെറുതെ പുറമെ ഒന്നും ഓടിച്ച് കാണിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഉള്ളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്ക്. ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ള ആ ഒരു വർക്കിനാണ് പൈസ എന്നാണ് മൂപ്പര് പറയുന്നത്. കാരണം അത്രയും പണി എടുപ്പിച്ച വണ്ടിയാ അല്ലേ. പിന്നെ കാണാനും നല്ല വൃത്തിയുണ്ട്. ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടിന്റെ വണ്ടികളാണോ? അല്ലല്ല, ഇത് അവിടുന്ന് ഒരു സ്കൂളിന് വണ്ടി എടുത്ത് നമുക്ക് എടുത്താണല്ലേ. വണ്ടി നല്ല നീറ്റ് വണ്ടി, അത് ഓടിയിട്ടില്ലേ വണ്ടി. 4 ടയർ, പുത്തൻ ടയർ, 2 ടയർ നമ്മൾ പുതിയത് മേടിച്ചിട്ടേക്കുന്നത് പേപ്പർ. ഇത് നമുക്ക് വണ്ടി റേറ്റ് വരുന്നത് നമുക്ക് 14,90. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 15 ലാസ്റ്റ് വണ്ടി. 15 ലാസ്റ്റ് വണ്ടി 14,90,000 കേരള രജിസ്ട്രേഷൻ ആയി, പുത്തൻ പേപ്പർ, CF. അതെ അതെ അതെ, ഒരുവിധം പണികളെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞത്. ഇനിയിപ്പോ കുറഞ്ഞ വണ്ടി വേണമെങ്കിൽ നമുക്ക് 16 വണ്ടി തന്നെ ജിങ്കേസി വണ്ടി എടുക്കുന്നത്. ജിങ്കേസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലൈറ്റ് AC പറഞ്ഞ ടൈപ്പാണ് വെക്കുന്നത്. അതാണ് നമുക്ക് ഫുൾ പണി ചെയ്തിട്ടില്ല. എന്നാലും AC പവർ സ്റ്റിയറിംഗ് വണ്ടി നമുക്ക് 16 നവംബർ വണ്ടി നമുക്ക് ഒരു 12.25 ഒരു 3 വണ്ടി എടുക്കുന്നത്. 3 നടക്കണ്ട പല റേഞ്ചിലും വണ്ടി ഉണ്ട് ട്രാവലർ. ഓക്കെ ഓക്കെ, അതായത് ഈ ജിങ്കേസി എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. എന്നാലും അതിനെ കുറിച്ച് അറിയാവുന്ന ആരാന്ന് വെച്ചാല് ജിങ്കം വേണോ അതോ ചേട്ടനോട് സംസാരിച്ചത്. ഇനി ഇതാണ് 26 സീറ്റ്. 26 സീറ്റ് AC വണ്ടി 1 lakh കിലോമീറ്റർ ഓടിക്കണേ. ഇത് വണ്ടി ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി, 6 ടയറും പുത്തൻ ടയർ, ഫസ്റ്റ് ക്വാളിറ്റി, ഒന്നും പറയാനില്ല. ഓക്കെ, ഇതന്നെ 16 ലാസ്റ്റ് വണ്ടി നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് 15.5 ലക്ഷം രൂപ. 15,50,000 രൂപ അല്ലെ. ഫിനാൻസ് വേണമെങ്കിൽ ഒരു 14.5 ലക്ഷം ലോൺ കൊടുക്കാം. ഓക്കെ, നല്ലൊരു കസ്റ്റമർ ആണ്. ഓക്കെ, ഇവിടെ വണ്ടി കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല. ഇത് കൂടുതൽ ഡീറ്റെയിൽ എല്ലാവരും തന്നെ കാണുന്ന ആൾക്കാരല്ല, ആയിട്ടുള്ള ആൾക്കാരാണല്ലോ കാണുള്ളൂ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസോ വേണമെങ്കിൽ ദീപുചേട്ടനോട് ചോദിച്ചാൽ മതി. വില ഇത് മോഡൽ ഏതായിരുന്നു? 16 ലാസ്റ്റ് വണ്ടി 5,000 രൂപ. 15,000 അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇതാണെങ്കിലോ അത് 2016 വണ്ടി. 16 12 സീറ്റ് വണ്ടിയാ. 12 സീറ്റ് അല്ലേ, കുറച്ചുകൂടി ചെറുതാണ്. ഇതാണ് ഈ വരുന്നത് 12.25 ലക്ഷം രൂപ. 12,75,000 രൂപ. 12 സീറ്റിന് 12,75,000 രൂപ. ഇതെന്തായാലും മിസ് ചെയ്യേണ്ട, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. 15 വണ്ടി കൊടുക്കാം. 15 വണ്ടി റെഡി സ്റ്റോക്ക് ഉണ്ട്. 10-13 വണ്ടി ഇപ്പൊ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഈ സ്കൂൾ പിള്ളേർ ഓട്ടോ ഒക്കെ ഉള്ളവര് അതിന് കുറഞ്ഞ റേഞ്ചിൽ വണ്ടി. 26 സീറ്റ് തന്നെ 16 വണ്ടി കുറഞ്ഞ വണ്ടി 12 കൊണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ, പല റേഞ്ചിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ആയതുകൊണ്ട് അടുത്ത ക്രിസ്റ്റ. ഇത് ഇത് 2017 ക്രിസ്റ്റ. 17 ആണ്. 17 മോഡല് ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ചെയ്താണ്. ഇതാണ് നമുക്ക് വരുന്നത് 12.25 ലക്ഷം രൂപ. 12,70,000 NOC അല്ലേ. ഓക്കെ, ഇതില് പിന്നെ വേറെ അപാകതകളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, തട്ടുമുട്ട മേഖല ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റ് കവർ ചെയ്താണ്. ലോക്ക് ഉള്ളിൽ എവിടെയാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. മെസ്സേജ് അയച്ചാൽ കാണിച്ചു തരും. ഇനി ഈ വെള്ള വണ്ടി ആണെങ്കിലോ? ഇത് 2014 വണ്ടി. 14 ആണ്. 2014 മോഡൽ വണ്ടി ഓടിയതൊക്കെ എത്രയാ? ഇത് 2014 റെഡി പേപ്പറിന് NOC വന്ന് ചാലക്കുടി ആട്ടോയ്ക്ക് NOC വന്ന വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു 8,000 രൂപയ്ക്ക് നമ്പർ ആയിക്കൊണ്ട് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് 8,000 രൂപ. 14 വണ്ടി. ഓക്കെ ഓക്കെ, 14 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക്, അല്ല 14 മോഡൽ വണ്ടി നിങ്ങൾക്ക് 8,50,000 രൂപയ്ക്ക് എടുക്കാം. ഓൾറെഡി ഇപ്പൊ ഒന്നുള്ളൂ. ഇപ്പൊ സീറ്റ് അടിച്ചിട്ട് ഷെഡിലേക്ക് വന്നില്ല, ഔത്തി കയറ്റിയില്ല വണ്ടി. അതെ അതെ അതെ, അകത്തേക്ക് കയറണോ ആലോചിച്ച് നിൽക്കുകയാണ്. അത് കയറുന്നതിന് മുമ്പ് ഇറക്കി വിടാൻ പറ്റുമോ നോട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അതെ അതെ, ഇതെല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാനില്ല. സീറ്റ് കവർ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാം ആ ഒരു കണ്ടീഷനിൽ തന്നെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കവർ അടക്കം അല്ലേ, കൊള്ളാൻ തന്നെ അടിപൊളി. 8,50,000 രൂപ. 850 അത് പേപ്പർ ആക്കിയിട്ടോ. കേരളം NOC വന്ന വണ്ടിയാണ്, പേപ്പർ ബോർഡ് വെച്ചില്ലാന്നേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് ടാക്സി വണ്ടി. ഇത് 2012 ടാക്സി വണ്ടി. 590. 12,590 കേരളം പ്രായ വണ്ടിയാണ്. അതെ അല്ലെ, അലേവിലുണ്ട്, ചെറിയ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ നിലവിൽ കൊണ്ട് ഓടിച്ചാൽ മാത്രം എല്ലാം പേപ്പറും ക്ലിയർ. അതെ അതെ, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇന്റീരിയർ നോക്കിക്കോളൂ, അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല, ചെറിയ ആക്സിഡന്റ് പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
എല്ലാം പക്ക കണ്ടീഷൻ. അതെ അതെ വണ്ടി വണ്ടി. അതെ 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 എന്തായാലും നോക്കിക്കോട്ടോ. ഇത് 5,90,000 നെഗോഷ്യബിൾ അല്ലേ? ചെറിയത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഈ ടാക്സിക്കാരൊക്കെ വരുമ്പോ അവര് പാവങ്ങള് വണ്ടി ഓടിച്ച് ജീവിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം ചെയ്തു. തീർച്ചയായും. ഇനിയിപ്പോ കുറഞ്ഞ ബഡ്ജറ്റ് 2011 വണ്ടി 11 ഉണ്ട്. ഇത് ടച്ചും ചെയ്യണം എല്ലാം ചെയ്യാനല്ലേ വന്ന കണ്ടീഷനിലാ. കേരള നമ്പർ ആയ വണ്ടിയാണ്. ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 4,400 രൂപയാണ് പാർട്ടി പോകണം. 4,400 ഫൈൻ വരണം. അതെ അല്ലേ? ഞാൻ 4,400 പറഞ്ഞപ്പോ നമുക്ക് കുറച്ച് ഫൈനിൽ വില സെയിൽ ആയതുകൊണ്ട് വരുന്നത് 4,400 രൂപ നമുക്ക് ഏത് കസ്റ്റമറിനും കൊടുക്കാൻ പറ്റും. അതായത് ഇത് ലേശം നിങ്ങൾ പണിയെടുക്കാണ്ട് 10,50,000 പണി നിങ്ങൾ അത് ചെയ്യാനുണ്ടാവും. കുറച്ച് ഒന്ന് വൃത്തിയാക്കാണ്ട് പെയിന്റ് അടിക്കാൻ ടച്ച് ചെയ്യാൻ. ഇനിയിപ്പോ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോ 4,400 വരുന്നുള്ളൂ. നമുക്ക് ലോൺ വേണമെങ്കിൽ ഒരു 3 ലോൺ കൊടുക്കാം പാർട്ടിക്ക്. അങ്ങനെ കിട്ടും. അത് വണ്ടി കേരള നമ്പറായി പുത്തൻ പേപ്പർ വണ്ടിയാ. സെക്കൻഡ് ഓൺ വണ്ടിയാണ്. അതും ഫ്രണ്ട് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 11 മോഡലും അല്ലേ? 11 നവംബർ വണ്ടിയാ. ഓക്കെ. അപ്പൊ എന്തായാലും 4,4 ലക്ഷം രൂപയ്ക്ക് 11 നവംബർ വണ്ടി എടുക്കാം. അപ്പൊ ഇത്രയും സമയം നമ്മൾ കാണിച്ചത് ഗ്രീൻ ലാൻഡ് യൂസ് കാർസിൽ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ദീപു ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ദീപു ചേട്ടനെ എല്ലാം അയച്ചു കൊടുക്കും. നമ്മുടെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്ന വിളിച്ചിട്ട് കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് ഒരു വാട്സാപ്പിൽ ഹായ് എന്തെങ്കിലും വണ്ടിയുടെ ഫോട്ടോ ഡീറ്റെയിൽസ് മുഴുവൻ തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ദീപു ചേട്ടന്റെ അടുത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോ ഇവിടെ ഗ്രീൻ ലാൻഡ് യൂസ് കാർസ് പോലെ തന്നെ ഗ്രീൻ ലാൻഡ് ഹോളിഡേയ്സ് ഉണ്ട് അല്ലേ? നല്ല അടിപൊളി റൂംസും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിലും വിളിച്ചോളൂ. അപ്പൊ എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാൻ മറക്കണ്ട. ഏത് വണ്ടി വേണമെങ്കിലും. തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും തരാം.